പച്ചമാങ്ങ കടിച്ച് കടിച്ച് തിന്നുന്ന രേണുസുതി. പച്ചമാങ്ങ തിന്നാൻ അതെന്താ അതെന്താ അങ്ങനെ ഒരു ആഗ്രഹം? മസാല ദോശ തിന്നാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അത് കിട്ടാത്തോണ്ട് പച്ചമാങ്ങ. ശരിക്കും? ആഹാ. അല്ലേ, ഞാൻ എന്തായാലും വീട്ടിൽ തന്നെ ഇരിക്കും ഒരു പണിക്ക് പോകാൻ. നീയും നിന്റെ കൂട്ടുകാരൻ ഡാനിയും കൂടെ കിട്ടുന്ന പൈസ ഇന്ന് അല്ലെങ്കിൽ ജോലി ചെയ്ത പൈസ എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ കുഞ്ഞിനും കൂടെ നീ ചെലവിന് താ, ഞാൻ ഇരിക്കാം. എന്തായാലും എനിക്ക് കെട്ടിയോനില്ലല്ലോ, മരിച്ചു പോകും. അപ്പൊ നീ കൊണ്ട് ചെലവിന് താ, ഞാൻ വീട്ടിൽ. പിന്നെ എന്നെ അനുകൂലിച്ച് പറയുന്നതുകൊണ്ടാണല്ലോ നീ ഈ സജിന ചേച്ചിനെ ഇതിനൊക്കെ എടുത്തിട്ട് ഏറെ കയറ്റുന്നത്. അവരെങ്കിലും വേണ്ടടാ സത്യം മനസ്സിലാക്കി സംസാരിക്കാൻ. എന്തുവാടെ ഒരു വിധവയായിട്ടുള്ള സ്ത്രീ ജീവിച്ച പോട്ടട എങ്ങനെയും. നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പോൾ ഒരേ ഒരു പേരേ കേൾക്കാനുള്ളൂ. പ്രത്യേകിച്ച് പറയണ്ടല്ല ആരുടെ പേരാണെന്ന്. രേണുസുതി. ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങോട്ടാണ് ഈ ഒരു പോക്ക് പോകുന്നതെന്ന് വരെ നമ്മൾ ആലോചിച്ച് പോവുകയാണല്ലേ. ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ വിവാദങ്ങൾ തന്നെയാണ് ഈ ഒരു രേണുസുതിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. സത്യത്തിൽ ഇതൊക്കെ കാണുന്ന നമ്മൾ പ്രേക്ഷകർ വെറും വെഡ്ഡികളാവുകയാണോ എന്ന് ശരിക്കും തോന്നി പോകുന്നുണ്ട്. എന്നാലും പുതിയ വോയിസ് ക്ലിപ്പുകളും പച്ചമാങ്ങ തിന്നുന്ന വീഡിയോകളും ഒക്കെ കാണുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള നമുക്ക് തോന്നുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്തായാലും ഞാൻ അതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷന്റെ കാര്യം ഒന്ന് നോക്കാം. രേണുസുതിന്റെ വീഡിയോ ഒന്ന് കേട്ടിട്ട് വരാം. നമസ്കാരം, രേണുസുതിയാണ്. ആദ്യമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഡാനി സത്യ ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ ആദ്യത്തെ ഒരു പെണ്ണ്? അല്ലല്ലോ. നീ പിന്നെ എന്തുവാണ് നീയും നിന്റെ കൂട്ടുകാരൻ അതിലും ഈ കിടന്ന് കൊണന്ന് പറഞ്ഞ് സംസാരിക്കുന്നത്? നാണം കൊണ്ടോടാ നിനക്കൊക്കെ? ഞാനാണോടാ ഈ സോഷ്യൽ മീഡിയയിൽ ആദ്യത്തെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ വ്യക്തി? ഇതിന് മുന്നേ തുടങ്ങിയവരുണ്ടല്ലോ, നീ പൂട്ടിക്കാൻ നടക്കുമോ? അപ്പൊ കളി പഠിക്കും നീയൊക്കെ, മനസ്സിലായി? എന്റെ പൂട്ടിക്കാൻ നടക്കുന്നില്ല. ഒന്ന് ചോണയുണ്ടെങ്കിൽ അതുലെ ഡാനി സത്യ ചോണയുണ്ടെങ്കിൽ നീ പൂട്ടി കാണിക്കണം. പിന്നെ ഞാൻ മാന്യമര്യാദയ്ക്ക് തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ ആരുടെയും കുറ്റം പറഞ്ഞും ആരെയും ക്രിട്ടിസൈസ് ചെയ്തും ഒരു മുറിക്കകത്തിരുന്ന് അല്ലെങ്കിൽ ഫോൺ വെച്ചോണ്ട് ഞാൻ ആരെയും വിറ്റ് തിന്ന് ജീവിക്കുമല്ല. ഞാൻ എനിക്ക് അറിയാവുന്ന തൊഴിൽ ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ അത് ഞാൻ തുടങ്ങിയപ്പോഴാണല്ലോ നീക്ക് ഇത്ര വലിയ സംഭവമാക്കിയേക്കുന്നത്. നിനക്ക് അതുലിനോടാ നീ പറയാം നാണോ മാനും കെട്ട അതുലേ, നിനക്ക് നാണം ഉണ്ടോടെ എന്റെ സബ്സ്ക്രിപ്ഷനിൽ കയറിയിട്ട് എന്റെ സബ് എടുത്തിട്ട് നീ കണ്ട് ആസ്വദിച്ചിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് പുറത്ത് വിട്ട് വലിയ സംഭവമാക്കാൻ. നീ കാരണം എനിക്ക് കുറച്ച് പ്രമോഷൻ ആണ് കിട്ടുന്നത്, മനസ്സിലായോ? നാണം ഉണ്ടോ അതിൽ? നീ ഈ പോലീസ് സ്റ്റേഷൻ ഈ ഞങ്ങളുടെ ഈ ചങ്ങനാശ്ശേരിയിലെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയതൊക്കെ നീ മറന്നുപോയോ? ഇനി നിന്നെ കേട്ടണോ? ഡാനി പിന്നെയും കുറച്ചെങ്കിലും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു സത്യങ്ങൾ മനസ്സിലാക്കി പറയണം. അതിൽ നിനക്ക് അതിന് പോലും കഴിയുന്നില്ലോ. നീ ആരെയൊക്കെ പേടിയാണ് നിനക്ക്. ഞാൻ ചെയ്യുന്ന സത്യങ്ങളും എന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ പോലും നിനക്ക് പറയാൻ പേടിയാണ്. പിന്നെ എന്റെ അച്ഛൻ തങ്കച്ചിനെ പറ്റി നീ പറഞ്ഞല്ലോ, അത് പറയാൻ നിനക്ക് ഒരു യോഗ്യതയില്ല. കാരണം എന്റെ തന്ത കഷ്ടപ്പെട്ട് തന്നെയാണ് എന്നെ വളർത്തിയത്. നീ നിന്റെ തന്ത പഠിപ്പിച്ചതാണ് നീ ഇപ്പൊ പാടുന്നത്, മനസ്സിലായോ? ഞാൻ അങ്ങനെയല്ല. തന്തേന്ന് പറയാൻ പോലും പറ്റില്ല, അച്ഛൻ എന്നാണ് ഞാൻ പറയേണ്ടത്. പക്ഷെ തന്തേന്ന് എന്റെ വായിൽ ഞാൻ അനാവശ്യമാക്ക് പറയുന്നില്ല, അച്ഛൻ തന്നെ പറയാം. തന്തേന്ന് പറഞ്ഞ് ക്ഷമിക്കുക, അച്ഛൻ തന്നെ ഞാൻ പറയാം. നിന്റെ അച്ഛൻ പഠിപ്പിച്ചാണ് നീ ഇപ്പൊ പാടുന്നത്. പക്ഷെ എന്റെ അച്ഛൻ എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്, മനസ്സിലായോ? നീ ഈ കിടന്ന് പറയുന്നത് നിനക്ക് നാണമാകുന്നില്ലേ? അതിൽ എന്തൊക്കെ നിർത്താറായിട്ടില്ല ഇത്? സബ്സ്ക്രിപ്ഷൻ നീ വാദരാതെ പ്രസംഗിക്കുന്നല്ലോ, എന്റെ അച്ഛനെ പറ്റിയും പ്രസംഗിക്കുന്നത്. നിനക്ക് യോഗ്യത എന്ത് യോഗ്യതയാണ് പറയാൻ? അതുപോലെ ഡാനി സത്യനും അവരും കേൾക്കണം. ഇവനുമാണ് ഒരു സൈഡ്. ഒരു ഡാനി സത്യനും അതിലും നിശ്ചയിച്ചു കഴിഞ്ഞാൽ രേണുസുതി അക്കൗണ്ട് പൂട്ടുമെന്നാണ് വിചാരം. രേണുസുതി മെറ്റയും അതുപോലെ തന്നെ ഈ ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമും മറ്റുള്ളവർക്ക് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും സബ്സ്ക്രിപ്ഷൻ നിയമപരമായിട്ട് കൊടുത്ത പോലെ തന്നെയാണ് രേണുസുതിക്ക് തന്നിട്ടുള്ളത്. അതിനനുസരിച്ച് രേണുസുതി കണ്ടന്റ് ഇടത്തുള്ളൂ. നീ അതിനകത്ത് കയറിയിട്ട് ആ കണ്ടന്റ് എല്ലാം എടുത്ത് കണ്ടിട്ട് നീ ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്തു വിടുന്നു. നാണമില്ലേടാ നിനക്കൊക്കെ? ഇതിന് മുന്നേ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതൊന്നും നീ ചൊറിയാൻ പോകത്തില്ലല്ലോ. രേണുസുതിനെ മണ്ടക്കെട്ട് കയറിക്കോ കേട്ടാ. ഇത് നിന്നോടുള്ള അവസാന വാണിംഗാണ്. ഇവിടെ പൈസ ഉണ്ടാക്കാൻ ആർക്കും എന്ത് മാർഗം സ്വീകരിക്കാം എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗവും കാണുന്നത്. പക്ഷെ അതിനൊരു മാന്യത വേണ്ടേ അല്ലെ? ഞാൻ വിധവയാണ്, മക്കളെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് സഹതാപം പിടിച്ചു പറ്റാൻ നോക്കുന്ന അതേ ആള് തന്നെയാണ് മറുവശത്ത് സബ്സ്ക്രിപ്ഷൻ വഴി മോശം വീഡിയോകളൊക്കെ പ്രചരിപ്പിക്കുന്നത്. ഇത് വിമർശകർ പറയുമ്പോൾ അതിൽ കഴമ്പുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജീവിക്കാൻ വേണ്ടിയാണെങ്കിൽ അന്തസ്സുള്ള എത്രയോ തൊഴിലുകൾ വേറെ കിടക്കുന്നു അല്ലേ? ഇതൊക്കെ കാണുന്ന നമ്മുടെ നാട്ടിലെ പിള്ളേർക്ക് എന്ത് സന്ദേശമാണ് ഇവർ നൽകുന്നത്? ശരിക്കും കൊല്ലം സുധി എന്ന ആ കലാകാരൻ മരിച്ചതിന് ശേഷം ആ ഒരു മരണത്തെ വിറ്റ് ജീവിക്കുന്നത് തന്നെയാണ് രേണു ഇപ്പൊ ചെയ്യുന്നത്. ഭയങ്കര കഷ്ടമായിപ്പോയി. രേണുവിന്റെ ഇപ്പോഴത്തെ പ്രവൃത്തികൾ കാണുമ്പോൾ തന്നെ നമുക്ക് അറുപ്പ് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ടാണ് രേണുവിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, കാരണം രേണു ആദ്യം അങ്ങനെയല്ലായിരുന്നു. കൊല്ലം സുധി എന്ന കലാകാരന്റെ മരണത്തിന് ശേഷമാണല്ലോ നമ്മൾ ഈ ഒരു കുടുംബത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത്. ആ ഒരു ടൈമിൽ രേണുവിന്റെ ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ രേണു എങ്ങനെയുള്ള ആളായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയില്ല. പൊതുവെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു സഹതാപം തന്നെയായിരുന്നു. കാരണം രേണു ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാവരും സപ്പോർട്ടീവ് തന്നെയായിരുന്നു. പക്ഷേ അവര് ചെയ്ത് ഇപ്പം വന്ന് നിൽക്കുന്ന നെഗറ്റീവ് പബ്ലിസിറ്റിയിലാണ് തനിക്ക് പണമുണ്ടാക്കാൻ പറ്റുന്നത് എന്ന് മനസ്സിലായപ്പോൾ ആ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി തന്നെ പേടിച്ച് പല രീതിയിൽ അവര് പല വീഡിയോസും
ആൽബം ആയാലും റീൽസ് ആയാലും ഒക്കെ ചെയ്യുന്നത്. അപ്പം അതിനെ ചുവട് പിടിച്ച് ഇപ്പം അങ്ങേയറ്റം ലെവൽ അതിൻ്റെ എന്ന് വെച്ചാൽ ഒരു സ്ത്രീ കാണിക്കേണ്ടതിന്റെ അങ്ങേയറ്റം ലെവലിൽ ഇപ്പൊ രേണുസുതി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് പലരും രേണുവിനെ ഇപ്പോൾ വിമർശിക്കുന്നത്. പണ്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരുപാട് സ്ത്രീകൾ ഇന്ന് നമുക്കറിയാം യൂട്യൂബർ ആയിട്ടുള്ള ഷെഫീന ബീവി, അവര് പല വീഡിയോസും രേണുവിനെതിരെ പറഞ്ഞിട്ടുണ്ട്. കാരണം നിലപാടുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് ഈ ഒരു ഷെഫീന ബീവിയെ തോന്നിയിട്ടുള്ളത്. കാരണം അവർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണ്. അവരെ വീഡിയോ കാണുന്ന ആള് തന്നെയാണ് ഞാനും. അവർ പറയുന്ന വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണ്. അത് രേണുവിന് കൊടുക്കേണ്ട അതേ ലാംഗ്വേജിൽ തന്നെയാണ് ഷെഫീനയും ആ ഒരു മറുപടി കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര്, അതായത് ഈ രേണുവിന്റെ ഫാൻസുകാർ തന്നെയാണ് ഷെഫീനയെ തെറി വിളിച്ചു പോകുന്നത്. രേണുവിന് കാണിക്കുന്ന ഈ പ്രവൃത്തി തെറ്റാണെന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് സ്ത്രീകളും അമ്മമാരൊക്കെ ഉണ്ട്. കാരണം അവരുടെ മക്കള് ഈ ഒരു വീഡിയോ, ഇപ്പം നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയ പേജ് നമ്മൾ ഫോൺ എടുത്ത് ഓപ്പൺ ചെയ്യുന്നെങ്കിൽ വരുന്ന നോട്ടിഫിക്കേഷനിൽ എന്താണ്, രേണുസുതി തന്നെയാണ്. ഇതിപ്പോ യൂട്യൂബ് ആയാലും ശരി, ഫേസ്ബുക്ക് ആയാലും ശരി, ഇൻസ്റ്റാഗ്രാം ആയാലും ശരി, എല്ലാത്തിനും കാണുന്നത് രേണുസുതി എന്നുള്ള പേര് മാത്രമാണ്. ഇത് കുട്ടികൾ കാണുന്നുണ്ട്. കുട്ടികൾ കാണുമ്പോഴത്തേക്ക് അവർ വിചാരിക്കുന്നത് എന്താണ്, ഇതാണ് ഇനി നമുക്ക് എന്താ പറയുക പണം ഉണ്ടാക്കാനുള്ള വഴി. അല്ലെങ്കിൽ രേണു കാണിക്കുന്ന ഓരോ കോപ്രായങ്ങളും, ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ വീഡിയോ നമ്മൾ കണ്ടല്ലോ, ഒരുപാട് അവർ സബ്സ്ക്രിപ്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ പലരും അതെടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. അവരുടെ വീഡിയോ ഏത് തരത്തിലാണ് എന്നുള്ള കാര്യം പുറത്ത് വന്നിട്ടുണ്ട്. ശരിക്കും കൊല്ലം സുധി എന്ന കലാകാരനോടുള്ള ആ ഒരു ബഹുമാനം ഇതോടെ പോയി കിട്ടുമോ എന്നുള്ള ഒരു ഭയം തന്നെയാണ്. കാരണം മുൻപേ അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുണ്ടായിരുന്നല്ലോ സ്റ്റാർ മാജിക് ഷോ വന്ന സമയത്ത്. ഇപ്പൊ എന്തായാലും അദ്ദേഹത്തിനോട് ഈ ഒരു രേണുസുതി കാണിക്കുന്ന ഇത്തരം പ്രവർത്തികൾ കാണുമ്പോൾ അദ്ദേഹത്തിനോട് പോലും എല്ലാവർക്കും വെറുപ്പ് വന്നു തുടങ്ങുന്ന ഒരു അവസ്ഥയിൽ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കിച്ചു ലൈവിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ. അപ്പൊ എന്തായാലും ശരി, രേണുവിന്റെ വഴിക്ക് തന്നെ പോകും എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ്. നമുക്കറിയാം അവർക്ക് ഓരോരുത്തർക്കും ഓരോ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വന്തം മാന്യത വിട്ട് കളിക്കാതെ അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു തൊഴിൽ ചെയ്തുകൂടെ എന്നാണ് പലരും ഇപ്പൊ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ. എന്നാലും പ്രിയങ്ക അടക്കം എല്ലാവരും ചോദിക്കുന്നത് രേണു നിനക്ക് മാന്യമായിട്ട് ജീവിച്ചുകൂടെ എന്നുള്ളത്. എടി ഷഫീന ബീവി, നീ കുറെ നാളായി തുടങ്ങിയിട്ട് എൻ്റെ ഇളയ കുഞ്ഞിൻ്റെ പിതൃത്വം തെളിയിക്കണം. ഓക്കെ, തെളിയിക്കാം. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ചെലവിന് നീ തെളിയിച്ചിട്ട് പോയാൽ മതി. നിന്റെ ചെലവിന് നീ ഏതായാലും സുധിച്ചേട്ടൻ മരിച്ചുള്ളൂ, കല്ലറയിൽ ചെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് നീ DNA ടെസ്റ്റ് എടുത്തിട്ട് നീ ബാധ പഠിച്ചാൽ മതി. നിന്റെ ചെലവ് എനിക്കും ഇതിനെ തെളിയിക്കണം. നീ തന്നെ തെളിയിച്ചു. നീ ഒരു കാര്യം ചെയ്യും, നീ ഏതായാലും മരിച്ചാളുടെ DNA ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യണമല്ലോ, കുഴി മാന്തണമല്ലോ. അപ്പം നീ അങ്ങനെ നിന്റെ റിസ്കിൽ നീ തന്നെ ചെയ്യണം. കേട്ടോടി കള്ളിത്താത്തെ. കിച്ചു രേണു ചേച്ചിനെ തള്ളി പറഞ്ഞാൽ ഒരു സമയത്ത് രേണു ചേച്ചിയുടെ റിയാക്ഷൻ എന്തായിരിക്കും? എന്താ പറയാ, നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും എന്താ പറയാ, ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് ചില മാതാപിതാക്കളെ വൃദ്ധസദനത്തിലാക്കുന്നു, മാതാപിതാക്കളെ തള്ളിക്കളയുന്ന സമൂഹം, അതുപോലെ മക്കളെ തള്ളിക്കളയുന്ന മാതാപിതാക്കൾ. ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് കാണുന്നതാണ്, നമ്മുടെ വാർത്തകളിലാണ് എവിടെയാണ് കാണുന്നത്. അപ്പം കിച്ചുവിന്റെ സ്ഥാനത്ത് ഇപ്പൊ വൃദ്ധപ്പനാണെങ്കിൽ പോലും വലുതാമത്തിന് അമ്മയെ ഇപ്പൊ എന്നെ തള്ളി പറഞ്ഞാൽ ഞാൻ അവന്റെ വഴിക്ക് വിടത്തേ ഉള്ളൂ. ഞാൻ പുറകെ പോയി എന്തായാലും ശല്യം ചെയ്യാൻ പോകില്ല. കിച്ചു ആണെങ്കിൽ പോലും എന്നെ തള്ളിക്കളഞ്ഞെങ്കിൽ ബൈ. എന്തിനാ നമ്മൾ അവനിപ്പോ 22 വയസ്സുള്ള യുവാവാണ്. ആ കുട്ടീനെ പോയി നമ്മൾ തള്ളിക്കളയേണ്ട കാര്യം, നമ്മൾ പുറകെ ചെന്ന് ശല്യം ചെയ്യേണ്ട കാര്യമില്ല. എന്നിട്ട് പോയാ ബൈ പറഞ്ഞു ഞാനും ഓക്കെ. അങ്ങനെ ഒരു അല്ലാതെ ഞാൻ പുറകെ പോയി ശല്യം ഒന്നും ചെയ്യത്തില്ല. ഓക്കെ, അങ്ങനെ സംഭവിച്ചാലും രേണു ചേച്ചിയിലുള്ള അമ്മ എന്ന സ്നേഹം, കിച്ചുവിന് കൊടുത്ത സ്നേഹം ഇല്ലാതാവും? ഒരിക്കലും ഇല്ലാതാവത്തില്ല. ആ മാതൃസ്നേഹം അന്ന് ആദ്യമായിട്ട് എന്നെ അമ്മ എന്ന് വിളിച്ചു കിച്ചുവാണ്. ആ ഒരു സ്നേഹം എന്നും ഉണ്ട്. എന്തായാലും ഈ അടുത്ത് നമ്മള് വിപിൻ ലാലുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദവും കൂടി കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. സംവിധായകനായിട്ടുള്ള വിപിൻ ലാലും രേണുവും തമ്മിലുള്ള തർക്കം ഇപ്പൊ പോലീസ് സ്റ്റേഷനിലും വോയിസ് ക്ലിപ്പുകളിലൊക്കെ എത്തി വന്ന് നിൽക്കുകയാണ്. ഷെഫീന ബീവിയെ ഉപയോഗിച്ച് തന്നെ പൂട്ടാൻ നോക്കി എന്നാണ് രേണു പറയുന്നത്. ഇനി പക്ഷെ ഈ ഒരു വോയിസ് ക്ലിപ്പുകൾ ഏകദേശം എല്ലാവരും കേട്ട് കാണാൻ, അവരുടെ വോയിസ് ക്ലിപ്പുകൾ കേട്ടാൽ മനസ്സിലാകും എന്താണ് ഇത് രണ്ടു കൂട്ടരും തമ്മിലുള്ള ഒരു പുകര് തന്നെയാണെന്ന് വെച്ചാൽ ഒരു ലിപ് ലോക്ക് സീനിന്റെ പേരിൽ തുടങ്ങിയ വഴക്ക് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു അല്ലേ? ഇതൊക്കെ വെറും റീച്ചിന് വേണ്ടിയിട്ട് അവർ ഒത്തുകളിക്കുന്നതാണോ എന്ന് പോലും സംശയിക്കേണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. പച്ചമാങ്ങ കടിച്ച് തിന്നുന്ന രേണുസുതി. പച്ചമാങ്ങ തിന്നാൻ ആഗ്രഹം. അതെന്താ അങ്ങനെ ഒരു ആഗ്രഹം? മസാല ദോശ തിന്നാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അത് കിട്ടാത്തതുകൊണ്ട് പച്ചമാങ്ങ. ശരിക്കും? ആഹാ. ഇപ്പൊ കണ്ടില്ലേ, ഏറ്റവും ഒടുവിലത്തെ തമാശയാണ് കേട്ടോ ഇത്. പച്ചമാങ്ങ കടിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ട് ഗർഭിണിയാണോ എന്ന ചോദ്യത്തിന് ആണെങ്കിൽ എന്താ എന്ന് മട്ടിലുള്ള ഒരു വെല്ലുവിളി. നോക്കൂ, ഒരു സ്ത്രീ തന്റെ ഗർഭത്തെ പോലും വിവാദമാക്കാനും അതുവഴി വ്യൂസ് കൂട്ടാനും നോക്കുന്നത് എത്രത്തോളം തരം താഴ്ന്ന പരിപാടിയാണല്ലേ. ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഏതൊരു കുടുംബക്കാരനും നെറ്റി ഒന്ന് ചുളിച്ചു പോകും. റീച്ചിന് വേണ്ടിയിട്ട് എന്തിനേ ഉപയോഗിക്കാം എന്നുള്ള ഒരു മാനസിക അവസ്ഥ കഷ്ടം എന്നല്ലാതെ എന്ത് പറയാനാണ്.
എന്തായാലും ഇത് കണ്ടിട്ട് പലരും ഇവരെ പറ്റി വീഡിയോ ചെയ്യുന്നുണ്ട്. രേണു അവർക്ക് മറുപടി നൽകുന്നുണ്ട്. അതിനിടയിൽ ഇരു കൂട്ടർക്ക് കിട്ടുന്നത് ലക്ഷക്കണക്കിന് വ്യൂസും പണവുമാണ് എന്നുള്ള കാര്യം അറിയാല്. അവസാനം ഇതൊക്കെ കണ്ട് സമയം കളയുന്നത് നമ്മൾ പ്രേക്ഷകർ മാത്രമാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് കാണുന്നതൊക്കെ വെറും യാദൃശ്ചികമാണ് എന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളല്ല നമ്മൾ മലയാളി പ്രേക്ഷകരല്ലേ. ഒരു വശത്ത് കണ്ണീരും സഹതാപവും, മറുവശത്താണെങ്കിൽ വെല്ലുവിളികളും പച്ചമാങ്ങ തിന്നുന്ന വീഡിയോകളും. ഇതൊക്കെ കാണുമ്പോൾ ഒരേ സമയം ചിരിയും സങ്കടവുമാണ് ശരിക്കും വരുന്നത്. പണ്ട് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള നെഗറ്റീവ് പബ്ലിസിറ്റി എന്നുള്ള വിദ്യ ഇവിടെ പച്ചയ്ക്ക് നടപ്പിലാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. നമ്മൾ എത്രത്തോളം ഇവരെ വിമർശിക്കുന്നുവോ അത്രത്തോളം ഇവരുടെ ബാങ്ക് ബാലൻസ് കൂടിക്കൊണ്ടേയിരിക്കും. സത്യത്തിൽ ഇവിടെ ആരെയാണ് പൂട്ടാൻ നോക്കുന്നത്? എല്ലാവരും കൂടി, അതായത് നമ്മൾ പ്രേക്ഷകരെ പൂട്ടാൻ നോക്കുകയാണോ എന്ന് പോലും സംശയിക്കണം. ജീവിക്കാൻ വേണ്ടി എന്ത് തൊഴിലും ചെയ്യാം, പക്ഷെ ചെയ്യുന്ന തൊഴിലിന് ഒരു അന്തസ്സും ആഭിജാതിയും ഒക്കെ വേണം. വരുന്ന തലമുറയ്ക്ക് നമ്മൾ എന്ത് മാതൃകയാണ് കാണിച്ചു കൊടുക്കുന്നത് എന്ന് കൂടി ഇക്കൂട്ടർ ചിന്തിച്ചാൽ നന്നായിരുന്നു. ഇതിപ്പോ കളി കാണുന്നവർക്ക് ആവേശം, കളിക്കുന്നവർക്ക് കാശ്. സമയം പോകുന്നത് സാധാരണക്കാരുടെ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. ഇതൊരു അവസാനമില്ലാത്ത പരമ്പര പോലെ ഇങ്ങനെ നീണ്ടുപോകും. ഇതിൽ ആര് ശരി ആര് തെറ്റെന്ന് തീരുമാനിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. അത് നിങ്ങൾക്ക് തന്നെ വിട്ട് നൽകുന്നു. നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കൂ. നമുക്കും അറിയണമല്ലോ നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.